ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഞാൻ നേപ്പാളിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ യൂട്യൂബ് കാണുന്ന വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വ്ളോഗിലൂടെ മാത്രമാണ് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും എന്താണ് നേപ്പാളിൽ നടന്നത്, ശരിക്കും എന്താണ് സംഭവം ഒന്നും ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ ഒരു 10-18 ദിവസം ട്രിപ്പ് പോയി. ഐ മീൻ അത്ര ദിവസം വിചാരിച്ച് പോയതൊന്നുമല്ല, പക്ഷെ എങ്ങനെയോ ആയി പോയതാട്ടോ. അത്ര ദിവസം ഞാനങ്ങനെ വിചാരിച്ച് പോയതൊന്നുമല്ല. ഞാൻ വെസ്റ്റ് ബംഗാൾ മാത്രം പോകാൻ വിചാരിച്ചതിന് പിന്നെ ബാക്കി കഥ പറയാം. പിന്നെ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വ്ളോഗിൽ കാണുന്ന അത്ര എനർജി ഈ വീഡിയോയിൽ കിട്ടൂല. കാരണം എന്താ വെച്ചാൽ വ്ളോഗ് അമ്മ അവതരിപ്പിക്കുകയാണ്. അവതരണം എന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങ് പറയണ അവതരിപ്പിക്കുകയാണ്. മനസ്സിലായ? ഇത് ഞാൻ സാധാ ഒരു ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ അമ്മ ചോദിക്കൂല ഓരോ കാര്യങ്ങൾ, അതേമാതിരി ഇൻ്റർവ്യൂ മോഡൽ മാത്രമാണ് ഈ ഒരു വീഡിയോ പറയണത്. അപ്പോൾ ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം. ആ എനർജി പ്രതീക്ഷിച്ച് കാണരുത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ വെസ്റ്റ് ബംഗാൾ ട്രിപ്പ് പോയത് എങ്ങനെയാ വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഞാൻ കൊൽക്കത്ത പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്റ്റോറിയൊക്കെ ഇട്ടി എനിക്ക് കൊൽക്കത്ത പോകണം. കാരണം കൊൽക്കത്തയിൽ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ ഓരോ നാട്ടിൽ പോകണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ പോയി, അവിടെ ഇപ്പോൾ ഹിന്ദിക്കാർ അത് ഇതോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയലുണ്ട് ബംഗാളികൾ. സത്യം പറഞ്ഞാൽ ഈ ബംഗാളികൾ ആരാ ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരാണ് ബംഗാളികൾ. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ വീഡിയോയിൽ ഈ കണ്ട ഹിന്ദി സംസാരിക്കുന്ന പോലെ മുഴുവൻ ബംഗാളികൾ, എന്തെങ്കിലും നമ്മൾ മലയാളം അല്ലാതെ സംസാരിക്കുന്ന പോലൊക്കെ ബംഗാളി എന്ന് വിളിക്കുന്നത്. അത് ഞാൻ എന്തിനാന്ന് എപ്പം വിചാരിക്കടാ കാര്യം. ഞാൻ പിന്നെ എങ്ങനെ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരാണ് ബംഗാളികൾ. മനസ്സിലായ? ഈ ബംഗാളികൾ നമ്മളെ നാട്ടിൽ കൂടുതൽ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെസ്റ്റ് ബംഗാൾക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവർ തരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് സൗദിയിലൊക്കെ ഉള്ള അറബികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഫീലാണ്. അതേമാതിരി കേരള വല തിന്നിട്ട് പോയാൽ മതി, കുടിച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ്. കേരളക്കാരെ ഭയങ്കര ഇഷ്ടം നടത്തും വെസ്റ്റ് ബംഗാളുള്ളവർക്ക്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ കൊൽക്കത്ത പോയി. പിന്നെ വേറൊരു സംഭവം കേട്ടോ, എനിക്കിപ്പോൾ ഇന്നെ ഓവർ ആൾക്കാർക്കൊന്നും അറിയില്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാനൊരു എൻ്റെ സ്റ്റോറി റിവ്യൂ ഇൻസ്റ്റയിൽ സ്റ്റോറി റിവ്യൂ ഏകദേശം ഒരു 90K ഒക്കെ ഉണ്ട്. അപ്പം ഈ 90,000 ആൾക്കാരിൽ ഒരാളെങ്കിലും കൊൽക്കത്ത ഉണ്ടാവില്ല. അത് അയച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടും, ഞാൻ കൊൽക്കത്ത പോവാണ്. അപ്പം അങ്ങനെ കോൺടാക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ കൊൽക്കത്ത എത്തി ജനറലായിട്ടോ പോയത്, തൊട്ടിൽ കെട്ടിയാണ്ട്. കാരണം എന്താ വെച്ചാൽ ജനറലിൽ പോയാൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും നമുക്ക്. അത് സത്യമായിട്ട് പറയാം. ജനറലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിലത്തെ ക്യാരക്ടർ അറിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ജനറലാണ്. ഇപ്പം നമ്മൾ ഗുജറാത്തിൽ കൂടെ പോയി വയ്ക്കുകയാണെങ്കിൽ വൃത്തികെട്ട ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ജനറലിൽ. നിങ്ങൾ മുംബൈ കൂടെ പോയി വയ്ക്കുകയാണെങ്കിൽ അതിനിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആകട്ടെ ഭയങ്കര ഒരുമാതിരി ഓരോ നാട്ടിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ബംഗാൾക്ക് പോകുമ്പോൾ ഞാൻ എവിടെ നിന്ന് കയറി വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ ഈ വീഡിയോ കാണുന്നവർക്ക് പോകാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് നേരെ പാലക്കാടോ കോയമ്പത്തൂരോ അവിടെ കൊടുക്കുകയും കയറുക. എന്നിട്ട് പാലക്കാട് നേരെ ഡയറക്റ്റ് ഹൗറ ജംഗ്ഷനിലാണ് നമ്മൾ പോവുക. അപ്പം പറഞ്ഞുതരാം. അപ്പം നമ്മൾ അവിടെ എത്തി. ജനറലിൽ നല്ല ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഇതാണ് പക്ഷെ നമ്മൾ കളിയാക്കണം. ഓക്കെ, അത് ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വരും. കാരണം ഈ ബംഗാളികൾ ഹിന്ദിക്കാർ ഓല് മെയിനായിട്ട് തിന്നുന്ന സാധനമാണ് ഇത്, തമ്പാക്ക്, വിമൽ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഓരോ ഇങ്ങനെ മെയിനായിട്ട് തിന്നും. അങ്ങനെ ഞാൻ നേപ്പാളത്തെ കഥയാണ് കേട്ടോ പറയണേ. അങ്ങനെ ഞാൻ കൊൽക്കത്ത പോയി. പിന്നെ അവിടുന്ന് ഓരോ കോണ്ടാക്ട് വെച്ചിട്ട് വെസ്റ്റ് ബംഗാളിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിന്ന്, അത് വേണമെങ്കിൽ നമുക്ക് വേറെ എപ്പിസോഡ് ആക്കി ഇറക്കാം. പിന്നെ ഞാൻ നേപ്പാൾക്ക് പോണത് എന്താ വെച്ചാൽ, ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർമ്മയിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. സെപ്റ്റംബർ 9 എൻ്റെ ചെങ്ങായി ദുബായിൽ നിന്ന് വരുന്നുണ്ട്. ഓന് ഒരു കൊല്ലം ദുബായി പോയിൻ്റെ ഓനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാം, അൻസേ ഇജ്ജ് ട്രിപ്പ് പോകണുണ്ട്, എനിക്ക് പൂതിയാകുന്നുണ്ട്. അങ്ങനല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ട്രിപ്പ് പോകണുണ്ട്. ഓന് ദുബായിൽ ഇരുന്നാണ് പണിയെടുത്തിട്ട് ഓങ്ങ പറയലുണ്ട്, അനുസരിച്ച് ട്രിപ്പ് പോകണുണ്ട്, എനിക്ക് പൂതിയാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുബായിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാം, നേപ്പാൾക്ക്, എന്നിട്ട് നമുക്ക് രണ്ടാക്കാം അവിടുന്ന് കറങ്ങിയിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചെങ്ങായി ഓന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എന്നാൽ പോവാം. അപ്പോൾ ഓന് പറഞ്ഞത് സെപ്റ്റംബർ 9, ഓൻ ആദ്യം സെപ്റ്റംബർ 11 എത്തുന്നതാണ്. അപ്പോൾ ഞാൻ അത് വരെ വെസ്റ്റ് ബംഗാൾ നമ്മൾ സ്പെൻഡ് ചെയ്യായിരിച്ചു. വെസ്റ്റ് ബംഗാൾ കഥ അടുത്ത വ്ളോഗിൽ പറയട്ടോ. സ്പെൻഡ് ചെയ്യായിരിച്ചു. പക്ഷേ ഓന് സെപ്റ്റംബർ 9 ടിക്കറ്റ് എടുത്ത്.
ടിക്കറ്റ് എടുത്ത് അപ്പം ഞാൻ വെസ്റ്റ് ബംഗാളിലെ അല്ല നേപ്പാളിൽ എപ്പോഴാണ് എത്തുന്നത് വെച്ചാൽ ഇപ്പം നേപ്പാളിൽ എത്തുന്നത് സെപ്റ്റംബർ 7 ഞാൻ ഒരു ഉച്ചയായപ്പോൾ നേപ്പാൾ ബോർഡർക്ക് കടന്നു. നേപ്പാൾക്ക് പോകാൻ വലിയ പണിയൊന്നുമില്ല, നേപ്പാൾ ബോർഡർക്ക് പോകാൻ ഒരു പണിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ആധാർ കാർഡ് ഉണ്ടായാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഇന്ത്യക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേസുള്ളവരുണ്ടാവില്ല. നമ്മൾ കേരളത്തിൽ ഇറങ്ങിയാൽ ഡൽഹിയിൽ അങ്ങനെ കേസുള്ളവരൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നേപ്പാൾ. നേപ്പാളിലേക്ക് ഇറങ്ങിയിട്ട് നേപ്പാൾ ബോർഡർ വഴി നമുക്ക് വേണമെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് വരാം. നമ്മൾ ആര് പോലീസൊന്നും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാനൊരു ഇത് പറഞ്ഞാണ്, അങ്ങനെയാണ് ആൾക്കാരൊക്കെ വരല്. അപ്പം നേപ്പാളിലെത്തി സെപ്റ്റംബർ 7 ഉച്ചക്ക ടൈം ആകുമ്പോൾ നേപ്പാളിലെത്തി ഒരു 2-3 മണിക്കൂർ 2-3 മണിക്കൂറൊക്കെ എൻ്റെ വാട്സപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടേനി. അതാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വാട്സപ്പ് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ വാട്സപ്പ് ഇത്രയായാലും കിട്ടിയതാണ്, പിന്നെ വാട്സപ്പും കിട്ടിയത് ഒക്കെയാണ് ബാനായി. പിന്നെ എത്ര ആൾക്കാരോട് ചോദിച്ചിട്ടും മനസ്സിലാവില്ല എന്താ സംഭവം ചോദിച്ചാൽ ആർക്കും ഒരു പിടുത്തല്ല, എന്താ ആരും ഒന്നും പറയണമൊന്നുമില്ല. പിന്നെയാണ് എന്നോട് ഏതോ ഒരു തലച്ചോറുള്ള ചെങ്ങായി പറഞ്ഞത്, നേപ്പാളിൽ അന്നത്തെ സംഭവം എന്താ വെച്ചാൽ നേപ്പാൾ ഗവൺമെൻറ് ഭയങ്കര അഴിമതിയാണ്. അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യനെ കാട്ടി അഴിമതിയാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ്റെ അത്ര ഉണ്ടാവില്ല, പക്ഷേ ഇന്ത്യ വലിയ രാജ്യമില്ല, നമുക്കൊന്നും ചെയ്യാനില്ലടാ. നേപ്പാൾ ചെറിയ രാജ്യമാണ്. നേപ്പാളിൽ പടങ്ങളൊന്നും ഇറങ്ങില്ല. നേപ്പാളത്തെ ആൾക്കാർ ചൈനീസ് മൂവിയാണോ ഹിന്ദി മൂവിയാണോ, മോഹൻലാലിനെ അറിയാം, മമ്മൂട്ടിനെ അറിയാം, അങ്ങനെ ഫാഫ എന്നൊക്കെ പറയും അറ്റിങ്ങൾ അല്ല അവിടെ. എന്നിട്ട് അറ്റിങ്ങൾക്ക് അങ്ങനെ ചെറിയ രാജ്യമാണ്. അപ്പോൾ ആ ചെറിയ ഈ നേപ്പാളികൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വന്നാണ്ട് പരക്കെ പണിയെടുക്കുന്നത്? എന്തിനാണ് കാരണം എന്താ വെച്ചാൽ ഓലെ നാട്ടിൽ ഭയങ്കര അഴിമതിയാടാ. ഓരോ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. ആൾക്കാർ പാവങ്ങൾ ആകെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കുക. എന്നിട്ട് പ്രധാനമന്ത്രി അറ്റിങ്ങളും അടക്കള മക്കളും മുടുങ്ങുക, അതന്നെ പണി. അള്ളാ മോനെ സീൻ പറഞ്ഞാ ഒക്കെ പറയാണ്ട്. എന്നിട്ട് ഞമ്മ അവിടെ അപ്പോൾ ഒക്കെ ബാനായി. അപ്പം എന്നിട്ട് ഞമ്മ നേപ്പാളിലെ ഒരു മലയാളി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പം ഞാൻ മൂപ്പർക്ക് വിളിച്ച്, ബോബി എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പർക്ക് വിളിച്ചപ്പോൾ മൂപ്പര് എന്താക്കി എന്നോട് പറഞ്ഞ് ക്യാഷ്, പിന്നെ നേപ്പാളിൽ അമ്മ പോയാൽ അപ്പം തന്നെ ക്യാഷ് ചേഞ്ച് ആക്കണം. പൈസ നമ്മളെ ഇന്ത്യൻ റുപ്പി 1.6, 1 റുപ്പിയും 50 പൈസ, 6 പൈസയാണ് നേപ്പാളത്തെ 1 റുപ്പി. നമ്മളെ നാട്ടിലത്തെ 1 റുപ്പിയാണ് നേപ്പാളത്തെ 1.6. നമ്മളെ നാട്ടിലത്തെ 100 റുപ്പിയാണ് നേപ്പാളത്തെ 160 റുപ്യ. അങ്ങനെ മനസ്സിലായ? അപ്പോൾ വലിയൊരു ബില്ല് ഫുഡിന് ഇപ്പോൾ 300 റുപ്യ ബില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 300 പേ ചെയ്യുമ്പോൾ നമ്മളെ ഇന്ത്യൻ പൈസ എത്ര പോവാ? വല്ല 200 210. അതൊരു സുഖാട്ടോ, അത് മോസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡാണ് മോനെ. എന്നിട്ട് ഞാൻ സിലിഗുഡി വയ്യ പോയത്. സിലിഗുഡി സ്ഥലങ്ങളൊന്നും അറിയില്ല. സിലിഗുഡി വയ്യി പോകുമ്പം ഭയങ്കര ലോങ്ങ്. കാരണം കാഠ്മണ്ഡുവിലാണ് എൻ്റെ ചെങ്ങായി ഇറങ്ങുക. എൻ്റെ ആ വരുന്ന ചെങ്ങായി ആണെങ്കിൽ പൊട്ടനാണ്, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, തമിഴ് അറിയില്ല. പക്ഷെ നമ്മളാണെങ്കിൽ നമുക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഹിന്ദി പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് മേ ആപ്കോ മേരാ നാം അനസ് ഹോ മേ അതാ എനിക്ക് ഡീലിംഗ് അറിയാം കേട്ടോ. ഹിന്ദി മേ അച്ഛാ സെ ബാത് കരൂങ്ക. ഹിന്ദി എല്ലാം പോലെ അറിയാം. പിന്നെ ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം. നമ്മൾ ഭാഷ പഠിച്ചേക്കണം കേട്ടോ, അത് ഭയങ്കരതാണ്. ഭാഷ നമ്മൾ എങ്ങനെയായാലും പഠിച്ചേക്കണം. ഞാൻ ഇനി തെലുങ്ക് പഠിക്കണം, നേപ്പാളി പഠിക്കാനൊക്കെ വിചാരിച്ചിനി. പിന്നെ അതേമാതിരി ലക്ഷദ്വീപിലൊരു ഭാഷയാണ്, എന്താണ് ഞാൻ ലക്ഷദ്വീപ് പോയ ടൈമിൽ ഒരു ചെങ്ങായി വന്നിട്ട് അപ്പം മറ്റോ ടിഷ്യൂ എടുത്ത് കൊടുക്കും. അവിടെ ലക്ഷദ്വീപത്തെ ഭാഷ എന്തോ മഹല അങ്ങനെന്തോ ഭാഷ തോന്നുന്നുണ്ട്, അത് വിടും. എന്നിട്ട് ഞാൻ നേപ്പാളിലെത്തി. അപ്പോൾ വാട്സപ്പ് ഇതൊന്നും കിട്ടില്ല കേട്ടോ, പൈസക്കൊക്കെ ഇങ്ങനെ പരക്കം പയ്യ മൊത്തത്തിൽ. അപ്പോൾ എന്നിട്ട് ഇന്ത്യൻ പൈസ ഇന്ത്യൻ സ്കാനർ കാണിച്ചു തരുമോ, അങ്ങനെ കഷ്ടപ്പാട് തന്നെയാണ്. എന്നിട്ട് പിന്നെ ബസ്സിന് എങ്ങനെയോ കാഠ്മണ്ഡു എത്തി. എങ്ങനെ വെച്ചാൽ അവിടുത്തെ സ്കാനറിൽ നമ്മൾ ഫോൺ പേ ഉണ്ട്, FONE, അതിൽ പേ ചെയ്യുമ്പോൾ അവിടുത്തെ പൈസ വരും, നമ്മൾ അടിയത്തെ പൈസ ഇത്ര പോകുള്ളൂ കാണിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പം എന്നിട്ട് നേപ്പാളിൽ കാഠ്മണ്ഡുവിലെത്തി. 7-ാം തീയതി ഫുള്ള് ഒരു റൂം എടുത്ത്. റൂമിന് എത്ര ഡെയിലി 300 റുപ്യ റൂം, ഫുഡ് അവിടെ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം 8-ാം തീയതി ഫുള്ള് അവിടെ നിന്നു. അങ്ങനെ പിന്നെ 9-ാം തീയതിയാണ് എൻ്റെ ചെങ്ങായി വരിക. അപ്പോൾ ഈ പ്രക്ഷോഭം പൊട്ടിപ്പൊടണ എപ്പോഴാ വെച്ചാൽ 8-ാം തീയതി രാത്രി, മനസ്സിലായ? 8-ാം തീയതി രാത്രി ഒരു 9-10 മണിയായപ്പോൾ ചെക്കന്മാർ കാഠ്മണ്ഡു എന്ന് പറഞ്ഞാൽ നേപ്പാളത്തെ തലസ്ഥാനം. അങ്ങനെ പറഞ്ഞാൽ അമ്മ ഇന്ത്യൻ്റെ ന്യൂഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ നേപ്പാളത്തെ മെയിൻ റോഡിൽ ടയറൊക്കെ കത്തിച്ചിട്ട് ആകെ സീന്. ചെക്കന്മാർ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇറ്റിങ്ങളെന്തോ സാധനം അടിച്ചുകൊണ്ട് നിൽക്കുകയെന്ന്. കാരണം യജാതി ധൈര്യടാ, ലോറിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ
ലോറിയൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ലോറിനൊക്കെ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വിശ്വസിച്ചാൽ മതി, മനസ്സിലായ? ഞാനിങ്ങനെ തള്ളിവിടുന്നുണ്ട് വിചാരിച്ച് ഇങ്ങനെ വിശ്വസിക്കണ്ട. ലോറിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ലോറിനെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുക. കാറ് മറ്റേ നമ്മ ഫിലിമിലൊക്കെ ഉള്ള മാതിരി കാർ ഇങ്ങനെ വരും, ഇങ്ങനെ നേരെ വളച്ചാണ്ട് സ്പീഡിൽ പോവാ. ഇങ്ങനെ സീന്. കാരണം ഞാൻ റൂമിൽ കയറിയപ്പോഴേ റൂമിൽ എന്താണ് അവിടെ ഓല് ഡോറടിച്ച്, ഇനിയിപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വില പേർക്കായി ആകെ വള്ളിയാ വിചാരിച്ചിട്ട് ഓല് ഡോറടിച്ച്. ഞാൻ എന്നിട്ട് ആ ടൈമിൽ നേപ്പാളിൽ ആകെ ഉള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടോളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താ. ഇത്രയും നേരം അങ്ങ് അടിച്ച് കണ്ടോളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത്രയും നേരം അങ്ങ് കണ്ടിരിക്കണം ഓക്കെ നാശാണ് ആ ടൈമിൽ നേപ്പാളിലുള്ളത്. സത്യം, ഞാൻ മാത്രം കാഠ്മണ്ഡുവിൽ ആകെ ഒരു മലയാളി. പക്ഷെ എനിക്ക് സങ്കടം എന്താ വെച്ചാൽ സങ്കടം പിന്നെ പറയാം, അല്ല സങ്കടം പറയാനുള്ള അമ്മ ഇപ്പം തന്നെ പറയണം. സങ്കടം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഒരു മനുഷ്യൻ ഞാൻ മാത്രം ഉണ്ടായിട്ട് ഒരു മീഡിയ വണ്ണോ അല്ലെങ്കിൽ എന്തോ ഒരു മീഡിയ പോലും ഇന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുക, ഇന്നൊന്ന് വിളിച്ചിട്ട് എനിക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർത്തക്കാർ ചോദിക്കില്ല എന്താണ് അനുസരിച്ച് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഇവിടെ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പോലീസുകാരെ എറിയാൻ പോവാണ്, അതാണ് അങ്ങനത്തെ പറയാൻ കല്ല പൂതിൻ്റെന്. പക്ഷെ ഒന്നും നടന്നില്ലടാ. കാരണം എന്താ വെച്ചാൽ ആരും എന്നെ കോണ്ടാക്ട് ചെയ്തില്ലടാ. ഞാനൊന്നുമില്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയിട്ട് പോലും എന്നെ പരിഗണിച്ചില്ല. പക്ഷെ വേറെ കുറച്ച് ചാനലുകളുണ്ട്, ഡെമ്മ ട്രോളൻ അങ്ങനെയൊക്കെ പറയും. ഇൻസ്റ്റയിൽ നമ്മൾ ഈ ന്യൂസുകളൊക്കെ അപ്പം ഇടുന്ന ടീമുണ്ട്, ഓരൊക്കെ കോണ്ടാക്ട് ചെയ്തിന്. കാരണം നമ്മൾ അക്കൗണ്ടൊക്കെ മെൻഷൻ അടിച്ചിന്. അപ്പോൾ കുറേ ആൾക്കാർ അറിഞ്ഞിന് കേട്ടോ. അപ്പം രാത്രി ഭയങ്കര പ്രശ്നം, വണ്ടിയൊക്കെ തടഞ്ഞെടുത്തിട്ട് ആകെ ലോറിയൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടി വരിക്ക് നിൽക്കുക, എത്രമാതിരി വണ്ടി. പിന്നെ അതേമാതിരി ഞാൻ ഏതെങ്കിലും കാറേരായി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റിങ്ങൾ നല്ല കല്ലെടുത്താണ് അതിൻ്റെ മേലക്കെട്ട് പൊട്ടിക്കടാ. അതന്നെ എറിഞ്ഞാണ് പൊട്ടിക്കുക, അതന്നെ കാർ അടിച്ചാണ് പൊളിക്കുക, ലോറിയൊക്കെ ചില്ല് എറിഞ്ഞാണ് പൊട്ടിക്കുക. ആരെയും ആയിക്കൂടെ ബൈക്കേര് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തടിക്കുക, എന്നിട്ട് നിരത്ത് വെക്കണൊക്കെ ഉണ്ട്. വീഡിയോ കണ്ടോണ്ടി ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അങ്ങനെ എന്നിട്ട് ആകെ സീന്, ഭയങ്കര സീന് എന്ന് പറഞ്ഞാൽ സീന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നപ്പോൾ ഇറ്റിങ്ങൾ എറിയാൻ തുടങ്ങി. ഇറ്റിങ്ങൾ മോനെ ഒരു ലോഡ് കല്ലിറക്കിനോന്നുണ്ട്. ഇറ്റിങ്ങൾ വമ്പ് എറിഞ്ഞ് പായിപ്പിച്ച് പോലീസ്. കാരണം അവിടെ കുറച്ച് പട്ടാളക്കാർ കുറച്ച് ആൾക്കാരുള്ളൂടെ. നമ്മ നാടുത്തെ മാതിരി ഒന്നായിട്ട് ഈ ഉറുമ്പുംകൂട്ടം വരുന്ന മാതിരി വരുമൊന്നുമില്ല. അവിടെ ആ കുറച്ച് പട്ടാളക്കാരുള്ളൂ. അറ്റിങ്ങൾ വന്നപ്പോൾ അറ്റിങ്ങൾക്ക് നല്ല തലക്കും കണ്ണിനൊക്കെ കയറി. അപ്പോഴൊന്നും ഞാൻ പങ്കെടുത്തില്ലട്ടാ. ഈ ധീര യുവാവിനെ പങ്കെടുക്കാൻ പോണുള്ളൂ മോനെ. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കിട്ടോ, കഥ കേൾക്കിട്ടോ. അപ്പോഴൊന്നും ഞാൻ പങ്കെടുത്തില്ല. എന്നിട്ട് ഓല് കുറേ പട്ടാളക്കാർ ഇറങ്ങി. എന്നിട്ട് പട്ടാളക്കാർ കുറേ അടുത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇത് കുറേ റോട്ടുമേൽ നടക്കുന്നുണ്ട്. ഇവരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനെങ്ങനെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. എങ്ങനെ വെച്ചാൽ നമ്മ VPN ഉപയോഗിച്ച്, മനസ്സിലായ? നമ്മ നമ്മ രാജ്യം മാറ്റൂല VPN. ഞാൻ ഇന്ത്യ ആക്കി. ഇന്ത്യ കിട്ടുമല്ലോ. അപ്പൊ നേപ്പാൾ മാറ്റിയാണ്ട് ഇന്ത്യ ആക്കിയപ്പോൾ വാട്സപ്പും ഇതൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലൊരു സ്പീഡ് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ അന്ന് അങ്ങനെ കഴിഞ്ഞു. അന്ന് പിന്നെ പോലീസുകാർ കുറേ ആൾക്കാർ വന്നപ്പോൾ ഇറ്റിങ്ങൾ എന്തൊക്കെ അടിച്ച് ഇതൊക്കെ ആക്കി. പിന്നെ മോനെ എൻ്റെ ചെങ്ങായി ഗൾഫിൽ നിന്ന് ഓന് അബുദാബിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേപ്പാൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങി അന്ന് രാവിലെ തുടങ്ങിയ പ്രക്ഷോഭം. രാവിലെ ഞാൻ വിചാരിച്ചു അന്ന് പോകാൻ കഴിയുന്നു. കാരണം എൻ്റെ ചെങ്ങായിക്ക് ഒന്നും അറിയാത്ത, ഹിന്ദി അറിയില്ല ഒന്നും. ഓനെ എങ്ങനെ ഇപ്പോൾ കൊണ്ടുവരിക എന്ന് ആലോചിക്കണേ. ഞാനൊരു വീഡിയോ പറയില്ല, ഞാനൊരു നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ വെസ്റ്റ് ബംഗാളൊന്നും ഉണ്ടായില്ലല്ലോ, എന്തൊക്കെ പറ്റിയെന്നൊക്കെ ഞാൻ വിചാരിച്ചിനി. പക്ഷെ നേപ്പാൾ പോയപ്പോഴാണ് അത് അവസാനിച്ചത് പോലെ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, കശ്മീർ പോയ കഥ അറിഞ്ഞില്ലേ? കശ്മീർ പോയപ്പോൾ ഞാൻ കശ്മീർ പോയ ടൈമിൽ അവിടെ 40 കൊല്ലത്തിലൊരിക്കലുണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, നേപ്പാളിൽ ഞാൻ പോയപ്പോൾ ഇനി എൻ്റെ മക്കൾക്ക് പോലും കിട്ടാത്ത എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നേപ്പാൾ റവല്യൂഷൻ ഇനി മുതൽ അന്ന് സെപ്റ്റംബർ 9 നേപ്പാൾ റവല്യൂഷൻ നടക്കുന്നത്. നേപ്പാൾ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഴുവൻ. കാരണം ഇവർ ഈ ആപ്പ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ എല്ലാ എൻ്റർടൈനിങ് ആപ്പുകളും നിരോധിച്ചുകൊണ്ട് നേപ്പാളത്തെ ചെറിയ പെസ് ഫ്രീ ഫയർ കളിക്കുന്ന ചെറിയ പൈതമക്കൾ വരെ ഇറങ്ങിയാണ് കല്ലെടുത്ത് എറിയാൻ നിൽക്കടാ. സീരിയസ്ലി കല്ലെടുത്ത് എറിയ പോലീസുകാരെ. എന്നിട്ടെന്താ പിന്നെ ഞാൻ കുറേ ടെറസിൻ്റെ മേലെ കയറി. കാരണം നിങ്ങൾ വെടി പൊട്ടിക്കടാ. പട്ടാളക്കാർ ഡയറക്റ്റ് എത്ര ആൾക്കാർ മരിച്ചു? 49 ആൾക്കാർ മരിച്ചില്ലേ? പിന്നെ കുറേ ആൾക്കാർക്ക് പരിക്കേറ്റി. കാരണം ഇവലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ട കഥയായിട്ട് പറയണേ. ന്യൂസിൽ വേറെ സംഭവങ്ങളുണ്ടാവും, ഞാൻ ഡയറക്റ്റ് കണ്ട കഥകളാണ്. എന്നിട്ട് നമ്മൾ കാഠ്മണ്ഡുന്ന് കുറേ പ്രൊട്ടസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഞാനൊക്കെ കുറേ ടെറസിൻ്റെ മേലെ കയറി. പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നി. അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലീസുകാരെ എനിക്കിങ്ങനെ കല്ലെടുത്തെറിയാൻ പോയി. അതിന് മോനെ വെടിയൊക്കെ വെച്ച് എൻ്റെ അടുത്തൊരു ചെങ്ങായിയൊക്കെ ഉണ്ടേനി.
പോലീസുകാരെന്തോ ഒരു ഗ്യാസ് എന്തോ ഒരു ഗ്യാസ് പോലത്തെ സാധനം എറിഞ്ഞിട്ടാ. ഓ ഞാൻ മരിച്ചു വിചാരിച്ചു കേട്ടോ. അതിങ്ങോട്ട് ശ്വസിച്ചിട്ടേ ശ്വസിക്കാൻ കഴിയില്ലടോ. എന്താ സാധനം എന്നറിയില്ല. എങ്ങനെ വെച്ചാൽ അത് എറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ല ശ്വാസം കൊണ്ട് ഉള്ളിൽ കിട്ടില്ലടോ. എൻ്റെ മോനെ, ഞാൻ സീന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതേനി. അറ്റിങ്ങളവിടെ അടിച്ച് പൊളിക്കുന്നിടത്തേക്ക് പോയതേനി. വെരി 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 ഡേഞ്ചർ. വെഡിൻ്റെ ഉണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. ഒരു സാധനം ഇങ്ങനെ പോയിടാ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം ഇങ്ങനെ പോകും. എന്നിട്ട് അത് ആളെ മേത്ത് പോയി തറക്കലാവുന്നുണ്ട്. എന്താ അതെങ്ങാനും കൊണ്ടുണ്ടെങ്കിൽ 49 ആള് മരിച്ചെങ്കിലും. പക്ഷെ വേറൊരു സംഭവം ഉണ്ടായി. ആൾക്കാർക്ക് ഒരു പേടിയില്ലടാ. പേടി എന്ന് പറഞ്ഞൊരു സാധനമില്ല ആൾക്കാർക്ക്. അങ്ങനെ പോവന്നെ. സംഭവം എല്ലാം നേക്കുണ്ട് കേട്ടോ. ഞാൻ 2 ദിവസം നേപ്പാളിൽ ചർച്ചിന്ന്. എല്ലാവരും സാധാരണ നേപ്പാളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടല്, അവിടെ കുറേ സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിക്കാം അങ്ങനെയൊക്കെ അറിയില്ലേ. നമ്മ നേപ്പാൾ പോയപ്പോൾ കഴിക്കാം ഫുള്ള് വെടി, അറ്റാക്ക്, ബോംബ്, പിന്നെ അതേമാതിരി സമരം, പോലീസുകാരെ കല്ലെടുത്ത് എറിയുക, പോലീസുകാർ ഇങ്ങോട്ട് എറിയുക, ഗ്യാസ് എറിയുക, ഓരോരുത്തരെ വെടി വെച്ച് കൊല്ലുക. ലെജൻസ് ഓരോ നാട്ടിൽ പോയാൽ എങ്ങനെയൊക്കെ ഉണ്ടാകുക, മനസ്സിലായ? ഓരോരുത്തർ നേപ്പാളിൻ്റെ ഭംഗി ആസ്വദിക്കാനല്ല പോകേണ്ടി, ഇതാണ് ആസ്വദിക്കേണ്ടത്. ഇത് ഇനി അവർക്ക് ജന്മത്ത് കിട്ടുമോ ഉമ്മാതിരി സാധനം? ചിലപ്പോൾ അടുത്ത കൊല്ലം ഉണ്ടാവും. ഇനി ചിലപ്പോൾ 100 കൊല്ലം കഴിഞ്ഞിട്ട് ഉമ്മാതിരി ഒരു വെടി. ഇവിടെ ഉള്ളവരൊക്കെ ആദ്യമായിട്ടാണല്ലോ തോക്കൊണ്ട് വെടിക്കണമൊക്കെ കാണുന്നത്. അതാ പറഞ്ഞത്, ലെജൻസ് ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടെ ഓരോന്ന് സംഭവിക്കും. മനസ്സിലായ? അതാണ് ലെജൻസിൻ്റെ പവർ. ഇവിടെ ഞാൻ ഇത്ര ദിവസം കാഠ്മണ്ഡുവിലുണ്ടായിട്ട് ഇവിടെ പെൺകുട്ടികൾ ആരും കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ആരും ഇല്ലേ. പിന്നെ ഇപ്പം അതാ ഓരോന്ന് ഇങ്ങനെ കൂട്ടുന്ന ഇറങ്ങി വരുന്നേ. രസമുള്ളവരുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾ ഓരോരുത്തർ കണ്ടില്ല പാർലമെന്റ് കത്തി. അതല്ല കോമഡി എന്താ വെച്ചാൽ നേപ്പാളത്തെ പ്രധാനമന്ത്രിന്റെ ഭാര്യനെ പെരയിലിട്ട് കത്തിച്ച ആ ന്യൂസൊക്കെ അറിഞ്ഞില്ല. പിന്നെ അതേമാതിരി നേപ്പാളത്തെ ആഭ്യന്തരമന്ത്രി ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ധനമന്ത്രിയൊക്കെ നല്ല മുടങ്ങാൻ മതിയോ. മൂപ്പരം കണ്ട് പിടിച്ചിട്ട് ഷെഡിട്ടിട്ട് ഇതിലേക്ക് ഇറക്കി. മൂപ്പരെ ചവിട്ടണ വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇപ്പം പറയണോണ്ട് ഞാൻ അനുഭവം പറയില്ലേ. മൂപ്പരെ ഷെഡിട്ടിട്ട് മൂപ്പര് പുഴയ്ക്ക് ചാടി. മൂപ്പര് അവിടെ ഇട്ടിട്ട് അടിച്ച് ചവിട്ടി. നമ്മളെ ഈ ഇമ്മമാരൊക്കെ ഇല്ലേ, പണ്ട് നമ്മൾ കുളത്തിലൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പെരേക്ക് കയറി വരുമ്പോൾ അടിച്ച് പൊളിക്കൂല. അതേമാതിരി മോനെ ഒരു ധനമന്ത്രി അല്ലല്ലോ അയാൾ ജന്മത്ത് പോലും ആലോചിച്ചിട്ടാവില്ല അങ്ങനെയൊക്കെ പറ്റുന്നു. അല്ല മോനെ, അങ്ങനത്തെ ഒരു ധനമന്ത്രി ആവാത്ത നല്ലേ. യജാതി കിട്ടില്ല അടി എന്നൊക്കെ പറഞ്ഞാൽ അയാളെ മേട്ടാണെങ്കിൽ മുണങ്ങിയിട്ട് ഇറച്ചിയുടെ കണ്ടാമൃഗത്തിന്റെ മാതിരി ഒരു സാധനം. തടിയെ എന്നിട്ട് നല്ല കിട്ടി മൂപ്പർക്ക് ഏതായാലും. പക്ഷെ അന്നത്തെ ഒരു ദിവസം നേപ്പാളികളെ മനസ്സിലുള്ളൊരു സന്തോഷങ്ങൾ കാണേനി. എന്താണ് എന്തൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിട്ടൊക്കെ ശരിക്കും ഞമ്മക്കൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കായൊന്നുമില്ല. ഞമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഞമ്മക്ക് വിചാരിച്ചാൽ മതി. ഇങ്ങനെ മണ്ടത്തരം ചെയ്യാഞ്ഞാൽ മതി ഗവൺമെന്റ്. ഇപ്പം ഞമ്മ നാട്ടിലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി, ഞാൻ ഇറങ്ങുമോ? ഒലക്കിറങ്ങും പോണെയാണ് പ്രൊട്ടസ്റ്റ് അവിടെ നടന്നോട്ടെ. ഞമ്മ ഇവിടെ റീലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എങ്ങാനും ഇൻസ്റ്റഗ്രാം മറ്റേ ബാൻ ചെയ്ത്, ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ ബാൻ ചെയ്താൽ ഞാനൊക്കെ ഇറങ്ങൂലേ? വേറെ എന്താ പണി? ഇതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വേറെ എന്ത് പണി? ബാൻ ചെയ്യാൻ തന്നെ കാരണം എന്താണ്? ഈ അഴിമതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ഈ ആപ്പിലൂടെ വന്നുകൊണ്ടാണ് ബാൻ ചെയ്തത്. മനസ്സിലായോ? ഓല് ചെയ്ത മഹാമണ്ടത്തരാണത്. എന്നിട്ട് പിന്നെ സെപ്റ്റംബർ 9 എൻ്റെ ചെങ്ങായി എങ്ങനെ വന്നു വെച്ചാൽ കാഠ്മണ്ഡുവിൽ ഇറങ്ങി. കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഞാൻ നിൽക്കുന്ന എൻ്റെ റൂമൊക്കെ. എന്നിട്ട് ഓന് എത്ര കൊടുത്തെന്ന് അറിയാം? നേപ്പാളി പൈസ 3000 റുപ്യ കൊടുത്ത്. 3000 റുപ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൈസ 2000 എത്രയോ സംതിങ്, 2200 അങ്ങനെ എന്തോ ആണ്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ആരും വണ്ടി ഇല്ല. അപ്പോൾ ഒരാളൊരു ബുദ്ധി ചെയ്ത് ഞാൻ എന്നെ ആക്കിത്തരാം, എനിക്ക് 2000 റുപ്യ ഇന്ത്യൻ പൈസ വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഓനെന്താ വെച്ചാൽ ഓനെ അബുദാബിയിൽ നിന്ന് വരുന്ന ടൈമല്ല, ആ ടൈമിൽ പൈസ റിച്ച് ആ മൈൻഡിലല്ലേ. അപ്പോൾ ഓനെന്താക്കി, പൈസ എത്രയും കൊടുത്ത്. എന്നിട്ട് ആളിവിടെ എത്തിയതിൻ്റെ ശേഷം
അന്ന് ഫുള്ള് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറ്റേന്നും ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ വെറുതെ പിടിക്കേനി. പിന്നെ പിന്നെന്താ സംഭവിച്ചാല്, പിന്നെന്താ നേപ്പാളിലെ സീൻ വെച്ചാൽ എന്താണ്, ഈ ആൾക്കാർ പാർലമെന്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അടിച്ച് പൊളിച്ച് പരത്തിയിട്ടില്ലേ. അപ്പം എന്താണ്, ഈ ജയിലൊക്കെ പൊളിച്ച് കുറേ കുറ്റവാളികൾ വലിയ വലിയ പുള്ളികൾ പുറത്തു പോയിണ്. അപ്പോൾ ഓല തപ്പി നടക്കലായി. അതാണ് പിന്നെ മെയിനായിട്ട് ഗവൺമെന്റ് കർഫ്യൂ പ്രഖ്യാപിച്ച്. ഇപ്പം നേപ്പാളിൽ ആരാ പ്രധാനമന്ത്രി വെച്ചാൽ അവിടുത്തെ നമ്മളിപ്പോൾ മോഡിനെ ഇപ്പോൾ അതേമാതിരി പായിപ്പിച്ചാണ് നമ്മൾ രാഹുൽ ഗാന്ധിനെ നിർത്തൂല. അതേമാതിരി അവിടുത്തെ ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങായിണ്ട്, അവിടുത്തെ ഒരു ഹീറോ ആണ്, ഓനാണ് ഇതാക്കിയത്. അപ്പം അവിടെ ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ കർഫ്യൂ വെച്ചാണ് ഈ വലിയ വലിയ പുള്ളികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെൻ്റെ ചെങ്ങായി എന്നിട്ട് നേരെ നാരായൺഘട്ട് പോയി, കാഠ്മണ്ഡുന്ന്. അവിടുന്ന് ഒരു 6 മണിക്കൂർ നാരായൺഘട്ടിൽ അന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട്, പിന്നെ അന്ന് രാവിലെ ആണെങ്കിൽ വണ്ടിയില്ല എന്ന് എല്ലാവരും പറയണേ. നമ്മൾ ഒരു ഒറ്റ മൈൻഡിലാണ്ട് ഇറങ്ങി. നേരെ ഒരു ബസ് കിട്ടി. ബസ് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ 13 മണിക്കൂർ ഇരുന്നാൽ ആ അറ്റത്ത് ഞാൻ വന്ന ബോർഡർക്ക് എത്തും. ശരിക്കും ആ ബോർഡർക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ അടുത്തൊരു ബോർഡർ ഉണ്ടേനി. അപ്പം നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ ആ ബസ് ഈ ബോർഡർക്ക് ആകെ എത്ര 40 കിലോമീറ്റർ ഉള്ളൂ, അങ്ങോട്ട് എത്ര 400 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഒരു 20-30 കിലോമീറ്റർ എടുത്തെത്താനായപ്പോൾ അവിടെ ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നടന്നു തുടങ്ങി. അപ്പോൾ കുറച്ച് ആർമിൻ്റെ വണ്ടിക്കാരുണ്ടായിരുന്നു. ഈ ഇതേമാതിരി ഇങ്ങനെ കർഫ്യൂ ചെക്ക് ചെയ്യണേ, ഇടയ്ക്കിടയ്ക്ക് ഐ ഡി ചോദിക്കും. ഐ ഡി കാണിച്ച് മടുത്തു മനുഷ്യന്. എന്നിട്ട് ID കാർഡ് കാണിച്ചു കൊടുത്ത് അങ്ങനെ മെല്ലെ കുറച്ച് നടന്ന് കുറച്ച് വണ്ടി അങ്ങനെ ഒരു ബസ് കിട്ടി. എന്നിട്ട് ബസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് വരും ആൾക്കാർ. എന്നിട്ട് എൻ്റെ അടുത്തൊരു ചെങ്ങായിൻ്റെ ഓന് കൊടും ക്രിമിനലേനി, ഓനെ പൊക്കിക്കൊണ്ടേ. ആലോചിച്ച് നോക്കണം. എനിക്ക് ഞമ്മ ഈ ഒറ്റക്ക് ട്രിപ്പ് പോകുമ്പോൾ പഠിച്ചോൻ എന്തൊക്കെ അനുഭവങ്ങളാണ് തരുന്നെങ്കിൽ ആലോചിക്കുകയാണ്. ഞാൻ എൻ്റെ അടുത്തിരിക്കണ ആ ചെങ്ങായി ക്രിമിനലടാ, ജയിലിൽ നിന്ന് ചാടി ചെങ്ങായി. ഓനെ പൊക്കിയില്ലേ, ഓനെ പോലീസ് പൊക്കി. ഓനോട് ID വെച്ചിട്ട് ഞാൻ അടിക്കുക, ഓനെ പൊക്കിക്കൊണ്ടേ. എന്നോടൊക്കെ എത്ര കമ്പനിയാണെന്ന് അറിയാം ചെങ്ങായി. കുറേ 2 കൊല്ലമായിട്ട് ആൾ ജയിലിലേനി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേപ്പാൾ ബോർഡറിലെത്തി. നേപ്പാൾ ബോർഡർ അവിടെയൊക്കെ സമാധാനം, ശാന്തി സുന്ദരമായി. അങ്ങനെ നേപ്പാൾ കഴിഞ്ഞ് അങ്ങനെ നാട്ടിലെത്തി. പിന്നെ എന്താ, ബീഹാർക്ക് ഗോരഖ്പൂർ നിന്ന് നേരെ നാട്ടിലേക്ക് ട്രെയിൻ പിടിച്ചു. പക്ഷേ ആ ടൈമിലൊക്കെ അല്ലേ ഞാൻ ഈ യൂട്യൂബിൽ ഡയറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മോനെ എനിക്കൊരു 1.5-2-3 ലക്ഷമൊക്കെ ആയിനി. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ, ഒരു ഇംഗ്ലീഷ്കാരൻ യൂട്യൂബർ അവിടെ വന്നിട്ട് ആകെ ഫേമസ് ആയി കത്തി. അതേമാതിരി ഇടേനടാ. പക്ഷെ എന്താ പറയുക, മെൻ്റലി ഭയങ്കര ഡൗൺ ആയിനി. നമ്മൾ എന്നും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോലേ, എന്നും വീഡിയോ ഇടാൻ എൻ്റെ കമൻറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയട്ടാ. അപ്പോൾ ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. ഈ വീഡിയോ ഒന്നും ആരും ഫുള്ള് കാണും അറിയില്ല. പക്ഷെ അങ്ങനെ നല്ല നല്ല കമൻറ്റ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇതാവും. അതാണ് അന്ന് മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയി. എനിക്ക് പിന്നെ ഫുൾ മൈൻഡ് ഇടണം എന്നാലും എനിക്ക് പറയാനില്ല. ഇന്നൊക്കെ ഞാൻ ഭയങ്കര സെറ്റാണ്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഇനി നേപ്പാൾ കാണാൻ ഒന്നുകൂടി പോകണം. ഇപ്പം എനിക്ക് തന്ന നേപ്പാളത്തെ അനുഭവം പോണേ ജന്മത്തിൽ ആർക്കും കിട്ടൂല, ഇങ്ങനെ ഞാൻ ആർക്കും കിട്ടും. ഇനി വേറെ രാജ്യത്ത് പോകേണ്ടി വരും. ഞമ്മ ഒരു നാട്ടിൽ പോയില്ല ഇല്ലേ, അതൊരു സംഭവം തന്നെ. അപ്പോൾ ഗൈസ്, ഇതുവരെ എൻ്റെ വീഡിയോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് അൻസെ എന്നും വീഡിയോ ഇട്, എന്നും യൂട്യൂബിൽ വീഡിയോ ഇട്, ലൈവ് ഇട്, അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇട് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യിടാം. ഓക്കെ, പിന്നെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റണം, ചേഞ്ച് ആക്കണം, ഇത് പോരാ അത് പോരാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടുകൊള്ളില്ല. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പിന്നെ എന്നെ കളിയാക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ യൂട്യൂബേഴ്സൊക്കെ പറയും എന്നെ കളിയാക്കിയവരുണ്ട്, നമുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എല്ലാവരും കളിയാക്കണതാണ് ഇഷ്ടം. ഓക്കെ, അപ്പം അങ്ങനെ എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടുക. ഓക്കെ, അപ്പം ശരി, ഞാൻ ഇനി വൈകാതെ തന്നെ അടുത്ത വീഡിയോയിൽ എൻ്റെ തമിഴ്നാട് ട്രിപ്പ് പോയൊരു കഥ ഉണ്ട്, അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.